بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഹദീസുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ ഒരു സെമിനാറിലാണ് നമ്മളുള്ളത്. അതിൽ നമുക്ക് അൽഹംദുലില്ലാഹ് അതിഥിയായി ബഹുമാന്യനായ അബൂബക്കർ സലഫിയത്തെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ജസാഹുല്ലാഹു ഖൈറൽ ജസാ. ചെറിയ ഒരു ആമുഖം നിങ്ങൾക്ക് ഹദീസുമായി ബന്ധപ്പെട്ട് നൽകുവാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസ് എന്ന അറബി പദം അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അൽ ജദീദ് എന്നാണ്, അഥവാ പുതിയത്. അൽ ജദീദ് മിനൽ അഷ്യ, പുതിയത് എന്നാണ്. അതുപോലെ തന്നെ അതിനുള്ള മറ്റൊരു അർത്ഥമാണ് വർത്തമാനം, വാക്ക് തുടങ്ങിയിട്ടുള്ളതായ കാര്യം. അപ്പോൾ ഒന്ന് പുതിയത് എന്നും മറ്റൊന്ന് വർത്തമാനം, വാർത്ത എന്നിങ്ങനെയുള്ള തലത്തിലുമാണ് ഹദീസ് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം വരുന്നത്. ഇനി സാങ്കേതികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹദീസ് എന്നാൽ മാ ഉദീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീരിൻ ഔ സിഫത്തിൻ ഖൽഖിയ്യത്തിൻ ഔ ഖുലുഖിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്ന അവിടുത്തെ വാക്കുകളോ പ്രവൃത്തിയോ അംഗീകാരമോ അല്ലെങ്കിൽ സൃഷ്ടിപരമോ സ്വഭാവപരമോ ആയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതായ ഒരു വിശേഷണത്തെയോ ആണ് ഹദീസ് എന്ന് സാങ്കേതികമായി പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹദ്ദിസീങ്ങൾക്കിടയിൽ സാധാരണ പറയപ്പെടുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഹദീസ് എന്നത് മാത്രമല്ല. ഒന്നൽ ഖബർ, ഹദീസിനെ കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ സനദുകളിലൂടെ വന്നിട്ടുള്ളതായ റിപ്പോർട്ടുകൾക്ക് അൽ ഖബർ എന്ന് പറയും. അതുപോലെ തന്നെ അത് സ്വഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ് എങ്കിൽ അതിനെ അൽ അസർ എന്ന് പറയും. ഇനി ഹദീസ് എന്നുള്ളതിന് തന്നെ സമാനമായി ഉപയോഗിക്കപ്പെടാറുള്ള കുറച്ചുകൂടി പൊതുവായ അർത്ഥമുള്ള പദമാണ് സുന്നത്ത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് എന്ന് ഹദീസിന് ബദലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടും. അതുപോലെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ് അൽ മത്ൻ. മത്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹദീസിന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ സനദ് അഥവാ അതിൻ്റെ കണ്ണികളുണ്ട്. അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായോ ചെയ്തതായോ അവിടുത്തെ വിശേഷണമായോ പറയപ്പെടുന്നതായ ഹദീസിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ കാമ്പിനാണ് മത്ൻ എന്ന് പറയുന്നത്. സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലൂടെയെല്ലാമാണോ ഈ ഹദീസ് നമ്മളിലേക്ക് എത്തിയത്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിലൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തവരായിട്ടുള്ള കണ്ണികൾക്കാണ് സനദ് എന്ന് പറയുന്നത്. ആ സനദ് ഇന്ന ആളിൽ നിന്ന് ഇന്ന ആളിൽ നിന്ന് ഇന്ന ആളിൽ നിന്ന് എന്ന് അവസാനത്തെ കണ്ണി ആദ്യം ആ ഹദീസ് അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ആൾ വരേക്കുമുള്ള കണ്ണികളെ ഉദ്ധരിക്കുന്നതിനാണ് ഇസ്നാദ് എന്ന് പറയുന്നത്. ഇനി ആ ഹദീസ്
റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാരാണോ അയാളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമുള്ള കണ്ണികൾ മുറിയാതെ എത്തുന്നതായ ഒരു ഹദീസിനാണ് മുസ്നദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണികളിൽ ആ കണ്ണികളെ ബലവത്താക്കുന്ന രൂപത്തിൽ അതിൻ്റെ കണ്ണികളായി വരുന്നവർക്കാണ് മുസ്നിദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യുകയും ഈ റിവായത്തൻ വ ദിറായ, ഹദീസ് പഠിപ്പിക്കുകയും അതിൻ്റെ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും അങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള അതിനെ റിവായത്ത് ചെയ്യുകയും ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മുഹദ്ദിസ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്നൊക്കെ. നമ്മൾ ഹാഫിദ്, എന്താണ് ഈ ഹാഫിദ് എന്ന് പറയുന്നത്? നമ്മളുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഹാഫിദ് എന്നാർക്കാ പറയാം? വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് നമ്മൾ ഹാഫിദ് എന്ന് പറയും. കാരണം അവർക്ക് നമ്മൾ നൽകുന്ന ഒരു സ്ഥാനം, ഒരു ശ്രേഷ്ഠതയാണ്. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ട് ഹാഫിദ് എന്ന് പറഞ്ഞാൽ 100,000-ഓളം ഹദീസുകൾ അതിൻ്റെ മത്നും സനദുമടക്കം അതിൻ്റെ റിവായത്ത് പൂർണ്ണമായി ഹൃദിസ്ഥമാക്കിയ ആളുകൾക്കാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഹാഫിദ് എന്ന് പറയുന്നത്. അൽ ഹുജ്ജ, ഹുജ്ജത്ത് എന്ന് നമ്മളൊരു മുഹദ്ദിസിന് ഹുജ്ജത്ത് എന്ന സ്ഥാനപ്പേര് നൽകണമെങ്കിൽ 3,00,000-ഓളം വരുന്ന ഹദീസിനെ ഹൃദിസ്ഥമാക്കിയ ആളുകൾക്കാണ്. അത് കേവലം ഹദീസിൻ്റെ മത്നു മാത്രമല്ല, മത്നും അതിൻ്റെ സനദുമടക്കം ഹൃദിസ്ഥമാക്കിയ ആളുകൾക്കാണ് ഹുജ്ജത്ത് എന്ന് പറയുന്നത്. ഇനി അതിനുമപ്പുറം ഹദീസിൻ്റെ ശാഖയെ തന്നെ എല്ലാ അർത്ഥത്തിലും സ്വായത്തമാക്കിയ ഏറ്റവും വലിയ പദവിയാണ് ഹാക്കിം എന്ന് പറയുന്നത്. ഇതൊക്കെ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുഹദ്ദിസുകൾക്കിടയിൽ നമ്മൾ സുപരിചിതമായി കേൾക്കുന്നതായ വാക്കുകളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹദീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വ ദക്കറല്ലാഹ കസീറ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉദാത്തമായ ഒരു മാതൃകയുണ്ട് എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് ഹദീസുകളിലൂടെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ആയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അവിടുത്തെ ചര്യയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടതെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുകയാണ് അവൻ ചെയ്യേണ്ടതെന്നുമാണ്. അങ്ങനെ മാതൃകയാക്കണമെങ്കിൽ അവൻ ഹദീസ് പഠിച്ചേ തീരൂ എന്നുള്ളതാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസ് എന്ന് പറയുന്ന ഇൽം അന്നഹു മിൻ അഷ്റഫിൽ ഉലൂമി ഖദ്റൻ, ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാന ശാഖകളിലൊന്നാണ്. വഅർഖാഹാ ശറഫൻ, അത് പഠിക്കുക എന്ന് പറയുന്നത് വലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇദ് അലൈഹി തുബ്ന ഖവാഇദുൽ അഹ്കാമി ശർഇയ്യ, കാരണം ശർഇയ്യായ ഹുക്കുമുകളും അഹ്കാമുകൾ അഥവാ മതവിധികൾ അത് സ്ഥിരപ്പെടുന്നത് ഹദീസുകളിലൂടെയാണ്. വബിഹി തദ്ഹറു തഫാസീലു മാ ഉജ്മില ഫിൽ ആയാത്തിൽ ഖുർആനിയ്യ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരാംശങ്ങളെ യഥാവിധം മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഹദീസ് ആവശ്യമായി വരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹദീസുകൾ ആവശ്യമായി വരുന്നതിനാലും ശർഇയായി പടച്ച റബ്ബ് നമ്മൾ പാലിക്കണമെന്ന് പഠിപ്പിച്ചതായ ഹുക്കുമുകൾ മനസ്സിലാക്കാനും ഹദീസ് പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്നർത്ഥം. ഇനി ഹദീസിൻ്റെ ശാഖകളെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹദീസിൻ്റെ ശാഖകൾ നമ്മൾ വേർതിരിക്കുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസിൻ്റെ ശാഖകളെ നമ്മൾ വേർതിരിക്കും. ഒന്ന്, അൻവാഉൽ ഹദീസി മിൻ ഹൈസു ത്വരീഖതി വുസൂലിഹി ഇലൈനാ,
ഹദീസ് നമ്മളിലേക്ക് എത്തിയതായ വഴി അഥവാ അതിൻ്റെ മാർഗം അനുസരിച്ച് അതിനെ നമുക്ക് വേർതിരിക്കാം. ഒന്നാമത്തതാണ് അൽ ഹദീസുൽ മുതവാത്തിർ, അഥവാ ഒരിക്കലും തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ന്യൂനതകൾക്ക് സാധ്യതയില്ലാത്ത വിധം ഒരു പറ്റം ആളുകളിൽ നിന്ന് മറ്റൊരു പറ്റം ആളുകൾ ആ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നു. ഒരുപാട് ആളുകൾ ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത നാടുകളിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഗൂഢാലോചന നടത്തി ഒരു ഹദീസ് ഉണ്ടാക്കുക എന്നുള്ളൊരു സാധ്യത പോലും അവിടെ വരുന്നില്ല എന്നർത്ഥം. പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലാത്ത വ്യത്യസ്ത നാടുകളിലും പ്രദേശങ്ങളിലുമുള്ള ആളുകൾ പോലും ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് മാ റവാഹു അദദുൻ കസീറുൻ മിനർ റുവാ ഫീ കുല്ലി തബഖത്തിൻ മിൻ തബഖാതി സനദി ബിഹൈസു യസ്തഹീലു ഇത്തിഫാഖുഹും അലൽ കദിബ്. എല്ലാവരും ചേർന്ന് എല്ലാവരും കൂടെ ഒരു കളവ് ഒരുമിച്ച് പറയാൻ സാധ്യതയില്ലാത്ത വിധം അതിൻ്റെ എല്ലാ തബഖത്തുകളിലും അഥവാ സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ എന്നിങ്ങനെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഓരോ കണ്ണിയിലും ഒരുപാട് ആളുകൾ അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കളവിനുള്ള ഒരു സാധ്യതയും അതിൽ വരുന്നില്ല. ഇതിനാണ് നമ്മൾ അൽ ഹദീസുൽ മുതവാത്തിർ എന്ന് പറയാം. ഇനി രണ്ടാമത് വരുന്നതാണ് അൽ ഹദീസുൽ ആഹാദ്, ആഹാദായ ഹദീസുകൾ. മുതവാത്തിർ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഹദീസിന്റെ ഋതുബത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത എല്ലാ ഹദീസുകൾക്കും ആഹാദ് എന്ന് പറയാം. എല്ലാ ഹദീസുകളും മുതവാത്തിർ അല്ല. അപ്പം ആഹാദായ ഹദീസിൽ അതിന് ഇനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അൽ ഹദീസുൽ മഷ്ഹൂർ. 3 പേരോ അതിൽ കൂടുതലോ ആളുകൾ അതിൻ്റെ ഓരോ തബഖയിലും ഉദ്ധരിച്ചിട്ടുണ്ടാകണം. ഇതിനാണ് നമ്മൾ അൽ ഹദീസുൽ മഷ്ഹൂർ എന്ന് പറയാം. അപ്പം മഷ്ഹൂർ എന്നുള്ളത് ഒരു സാങ്കേതിക പദമാണ്. പ്രസിദ്ധമായൊരു ഹദീസ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ ഹദീസിന്റെ സനദിലെ ഓരോ തബഖയിലും അഥവാ സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ എന്നുള്ള ഓരോ തബഖയിലും മൂന്നിലധികമോ ആളുകൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസിന് ഹദീസുൻ മഷ്ഹൂർ എന്നാണ് പറയുക. രണ്ടാമത്തത് അൽ ഹദീസുൽ അസീസ്. അസീസ് എന്ന് പറയുന്ന ഹദീസ് അതിൻ്റെ ഓരോ തബഖയിലും ചുരുങ്ങിയത് 2 പേരെങ്കിലും റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അസീസ് എന്നാണ് പറയുക. അൽ ഹദീസ് അൽ അസീസ്. മൂന്നാമത്തെ ഇനമാണ് അൽ ഹദീസുൽ ഗരീബ്. അൽ ഹദീസുൽ ഗരീബ് അഥവാ ആ ഹദീസിന്റെ ഏതെങ്കിലും ഒരു തബഖയിൽ ഒരാൾ മാത്രം ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനാണ് അൽ ഹദീസുൽ ഗരീബ് എന്ന് പറയുക. അപ്പൊ ഇത് നമ്മൾ ആ ഹദീസ് എങ്ങനെയാണോ നമ്മളിലേക്ക് വന്നത് ആ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അപ്പം ഹദീസ് വിജ്ഞാന ശാഖ എത്രത്തോളം വിശാലമാണെന്നുള്ളതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്ക്, ഇത് മാത്രമല്ല, ഹദീസിനെ അതിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത ഇനങ്ങളായി വേർതിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് അതിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടല്ല. സനദിൽ ഓരോ തബഖയിലും ഓരോ കാലഘട്ടത്തിൽ ഉദ്ധരിക്കുന്ന ആളുകളിലും എത്ര ആളുകളുണ്ട്. ഇപ്പോൾ സ്വഹാബാക്കൾ എത്ര സ്വഹാബിമാർ ഉദ്ധരിച്ചിട്ടുണ്ട്, എത്ര താബിഈങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, എത്ര തബഉ താബിഈങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഹദീസിനെ വ്യത്യസ്ത ഇനങ്ങളാക്കി തിരിച്ചത് എങ്കിൽ ഇവിടെ നമ്മൾ ഹദീസിനെ വ്യത്യസ്ത ഇനങ്ങളാക്കി തിരിക്കുന്നത് അതിൻ്റെ സിഹ്ഹത്തും ദഅഫും അനുസരിച്ചാണ്. സ്വീകാര്യയോഗ്യമാണോ, ശക്തിയുക്തമാണോ, അതല്ല ദുർബലമാണോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻവാഉൽ ഹദീസ് മിൻ ഹൈസുൽ ഖുവ്വതി വൽ ഖബൂൽ. സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തതാണ് അൽ ഹദീസുസ് സ്വഹീഹ്. ഇതാണ് ഏറ്റവും നേരത്തെ നമ്മൾ പറഞ്ഞ മുതവാത്തിർ എന്ന് നമ്മൾ പറയാ
ഏറ്റവും കൂടുതൽ ആൾ എല്ലാ മുത്തവാത്തിറായ ഹദീസും സ്വഹീഹായിരിക്കും. മുത്തവാത്തിറിൽ ദഈഫ് ഉണ്ടാവില്ല. പക്ഷെ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉദ്ധരിക്കുന്ന ഓരോ തബഖയിലും ഒരുപാട് ആൾക്കാരുണ്ടാവും. ആണ് മുത്തവാത്തിർ എന്ന് പറയുക. അപ്പം ഇനി ഹദീസിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനമാണ് ഏറ്റവും ശക്തമായത് അൽ ഹദീസു സ്വഹീഹ്. ഹുവ മത്തസല സനദുഹു ബിനഖ്ലി റാവിൻ അദ്ലിൻ ضابط عن مثله وخلا من الشذوذ والعلة. ന്യൂനതകളില്ലാതെ നീതിമാനായ വിശ്വാസയോഗ്യനായ സിഖത്തായ റുവാത്തുകളിലൂടെ സനദിലൂടെ അങ്ങനെ വിശ്വസ്തരായ സമ്പൂർണമായി അതിൻ്റെ എല്ലാ ഷർത്തുകളും യോജിച്ചു വന്ന ആളുകളിലൂടെ മാത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഹദീസ്, ഇതിനാണ് സ്വഹീഹ് എന്ന് പറയുക. ഈ കുറച്ചും കൂടി നമ്മൾ വിശാലമായി പോയാൽ അവിടെ നമുക്ക് എന്തുണ്ട്? സ്വഹീഹുൽ ലിദാതിഹി, സ്വഹീഹുൽ ലിഗൈരിഹി എന്നൊക്കെ ഉണ്ട്. അപ്പം അത്ര ഡീപ്പായിട്ട് പോകുന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെ പ്രാഥമികമായി ഒരു നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഉൾക്കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് അൽ ഹദീസു സ്വഹീഹ്. ഇനി രണ്ടാമത് നമുക്ക് നോക്കിയാൽ അൽ ഹദീസുൽ ഹസൻ. എന്താ ഹസൻ? ഇതിൽ തതവാഫറു ഫീഹി ശുറൂത്തു സ്വഹീഹ്, സ്വഹീഹായ ഹദീസിന്റെ എല്ലാ ഷർത്തുകളുമുണ്ട്. എന്നാൽ ലാകിന്ന ദറജത الضبط لدى إحدى رواته تكون أقل من درجة الصحيح. അഥവാ സ്വഹീഹായ ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന റാവിമാരിൽ എല്ലാവരും സിഖയാണ്. എന്നാൽ ഹസനാകുന്നതിലോ എല്ലാവരും സിഖയാണ്. ചിലപ്പോൾ ഒരാൾ എന്തായിരിക്കും? സ്വദൂഖായിരിക്കും, വിശ്വസ്തൻ തന്നെയാണ്, പക്ഷെ നേരത്തെ ഉള്ള അവരുടെ അതേ ദറജയിലെത്തില്ല. അപ്പം ഈവൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ റാവിമാരെ കുറിച്ചും പഠനമുണ്ട്. എന്നിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സിഖയാണോ, സ്വദൂഖാണോ, മുദല്ലിസാണോ, ദഈഫാണോ, കദ്ദാബാണോ, ഓരോരുത്തർക്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ സ്വീകാര്യത പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഹദീസുൽ ഹസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യോഗ്യമായ ഹദീസ് തന്നെയാണ്. പക്ഷേ സ്വഹീഹിന്റെ ദറജയിലേക്ക് എത്താൻ ചിലപ്പം ഒരു പോയിന്റ് അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു പോയിന്റ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ആ എല്ലാ ഷർത്തുകളിലും സനദിൽ മുഴുവൻ ആളുകളും സിഖാത്താകുക എന്നുള്ള ഷർത്തിൽ നിന്ന് ഒരാൾ സിഖ എന്ന ദറജയ്ക്ക് എത്തിയിട്ടില്ല, പക്ഷെ വിശ്വസ്തൻ തന്നെയാണ്, അപ്പൊ ഹസനായിട്ട് മാറും. ഇനി അൽ ഹദീസു ദഈഫ്, ദുർബലമായ ഹദീസ്. ഇനി ഹസനിലും ഹസനുൻ ലിദാതിഹി, ഹസനുൻ ലിഗൈരിഹി എന്നൊക്കെയുള്ള വകഭേദങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളതിൻ്റെ ഏറ്റവും ബേസിക് ഇതാണ് പഠിച്ചു പോകുന്നത്. അൽ ഹദീസ് ദഈഫ്, ദുർബലമായ ഹദീസ് എന്ന് പറയുന്നത്, ദുർബലമായ ഹദീസുകൾ എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറഞ്ഞതാണ്. അല്ല, സ്വഹീഹായ ഹദീസിന്റെയും ഹസനായ ഹദീസിന്റെയും ഷർത്തുകളിലേക്ക് എത്തപ്പെടാത്തത് കാരണത്താൽ നമ്മൾ സ്വീകരിക്കാത്തതിനാണ് ദുർബലം എന്ന് പറയുക. അത് നമ്മൾ അമലിന് വേണ്ടി ഉപയോഗിക്കുകയില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ സ്വഹീഹായ ഹദീസാവട്ടെ ഹസനായ ഹദീസാവട്ടെ യുഹ്തജ്ജു ബിഹി, തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നാൽ ദുർബലമായ ഹദീസോ ഹുവ മാ ലം തക്തമിൽ ഫീഹി ശുറൂത്തുസ് സ്വഹീഹി അവൽ ഹസൻ, സ്വഹീഹായ ഹദീസിന്റെ ഷർത്തുകളും ഹസനായ ഹദീസിന്റെ ഷർത്തുകളും പാലിക്കപ്പെടാതെ വന്നിട്ടുള്ളതാണ്. ബിസബബി ഖലലിൻ ഫി സനദ്, അതിന്റെ സനദിലുള്ള ന്യൂനത കാരണത്താൽ, ഔ ളഅഫിൻ ഫി അദാലത്തി റുവാ, അല്ലെങ്കിൽ റാവിമാർക്കുള്ള എന്തെങ്കിലും ഒരു ന്യൂനത, ളഅഫ്, ദുർബലതയുള്ളത് കാരണത്താൽ. അവിടെ ചിലപ്പോൾ എന്തായിക്കൊള്ളണമെന്നില്ല, റാവി കളവ് പറയുന്ന ആളെന്നാവണമെന്നില്ല. ചിലപ്പോൾ ആ റാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓർമ്മ പിശക് കുറച്ചുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, തഖ്വയുള്ള ആളാണ്, ആലിമാണ്. പക്ഷെ എന്താ, അദ്ദേഹത്തിന് ഈ ഓർമ്മ പിശകുള്ള ആളാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പല പല ന്യൂനതകളും ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നും എന്തല്ല, റാവി കളവ് പറയുന്ന വ്യക്തിയല്ല. റാവിക്ക് ചിലപ്പോൾ ചെറിയ ദഅഫ് ഉണ്ടാവാം, ദുർബലത ഉണ്ടാവാം, പക്ഷെ കളവ് പറയുന്ന വ്യക്തിയല്ല.
ഇനി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് പറഞ്ഞ് കെട്ടിച്ചമക്ക്, അതാണ് ദുർബലമായവയിൽ ഏറ്റവും ഗുരുതരമായത്. അതിനാണ് നമ്മൾ മൗദൂ എന്ന് പറയുക, ഹദീസുൻ മൗദൂ. പല അഇമ്മത്തുകളും മൗദൂ അൽ മൗദൂആത്ത് എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസിയൊക്കെ എന്താ മൗദൂ ആയ ഹദീസുകൾ മാത്രം തെരഞ്ഞെടുത്തിട്ട് ഉദ്ധരിക്കുക. അപ്പം ഇവിടെ هو كلام مكذوب ومختلق نسب كذبا إلى النبي صلى الله عليه وسلم ولا يجوز العمل به أو روايته إلا للتحذير منه. ആ ഹദീസ് മൗദൂആയ ഹദീസ് അമൽ ചെയ്യാനും പറ്റൂല, അത് ഉദ്ധരിക്കാനും പറ്റൂല, താക്കീത് നൽകാൻ വേണ്ടിയിട്ടല്ലാതെ, അത് മൗദൂആയ ഹദീസാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഉദ്ധരിക്കാനും പറ്റൂല. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോവുക മൗദൂആന്ന് പറയാതെ പറ്റുമോ? പറ്റൂല. ആ ഹദീസ് എവിടെങ്കിൽ പറഞ്ഞ മൗദൂആണ്, കളവാണ്, സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയൽ നിർബന്ധമാണ്, അല്ലാതെ അത് ഉദ്ധരിക്കാൻ പാടില്ല. അപ്പൊ മുകളിലുള്ള ഹദീസോ ദഈഫായ ഹദീസ്, ഈ ദഈഫായ ഹദീസ് അതിന്റെ ദുർബലത നോക്കുക. എത്ര നല്ല ദഈഫ് ജിദ്ദനാണെങ്കിലോ തീരെ എടുക്കാൻ പറ്റില്ല. ചിലതിന് ചെറിയ ന്യൂനതയായിരിക്കും. അപ്പൊ അതിന് ബലപ്പെടുത്തുന്ന മറ്റ് ഹദീസുകൾ ഉണ്ടോ നോക്കും. അപ്പൊ ബലപ്പെടുത്തുന്ന മറ്റ് റിപ്പോർട്ടുകളുണ്ട്, മറ്റ് റിവായത്തുകളുണ്ട്. ഇത് ചേർത്ത് വെച്ചാൽ അത് ശക്തമാകുമോ, അതിന്റെ ന്യൂനത ഒഴിവാകുമോ എന്ന് നോക്കൂ. അപ്പോഴാണ് ഹസൻ ലി ഗൈരിഹി എന്നറിയാം, അത് ഹസനിന്റെ മർത്തബയിലേക്ക് പോകും. അപ്പൊ ചെറിയ ന്യൂനതകളുള്ള ഹദീസുകൾ ചിലപ്പോൾ ചേർത്തു വെച്ച് ന്യൂനത നീങ്ങുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ എന്തായിട്ട് മാറും? ഹസനായിട്ട് മാറും എന്നർത്ഥം. ഇത് ഹദീസിന്റെ ഇനങ്ങളാണ്. ഇനി നിങ്ങൾ നോക്ക്, ഹദീസിനെ ആ ഹദീസ് ആരിലേക്കാണോ ചേർത്തി പറയുന്നത് അതിന് അനുസൃതമായി വ്യത്യസ്ത ഇനങ്ങളാക്കി തിരിക്കും. അപ്പോൾ ഹദീസ് എന്നുള്ളത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പൊതുവായി സലഫുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ടുകൾക്ക് ഹദീസ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതിന് സാങ്കേതികമായി വേർതിരിവുണ്ട്. ആ വേർതിരിവാണ് അൽ ഹദീസുൽ മർഫൂ'. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്ന മാ ഉദീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസ്സ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് മാത്രമായി ചേർത്തി പറയുന്നത്, സവാഅൻ കാന ഖൗലൻ ഔ ഫിഅലൻ ഔ തഖ്രീറൻ, അവിടുന്ന് പറഞ്ഞതായോ പ്രവർത്തിച്ചതായോ അംഗീകരിച്ചതായോ പറയുന്നതായ റിപ്പോർട്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നതാണ് എങ്കിൽ അതിന് മർഫൂ എന്ന് പറയാം, ഹദീസുൽ മർഫൂ. അപ്പൊ അതിനെന്തു വേണം? മർഫൂ ആയ ഒരു ഹദീസ് ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദ് വേണം. ഇനി സ്വഹാബിയിലേക്കാണ് എത്തുന്നത് എങ്കിൽ ആ ഹദീസ് നമ്മൾ പറയാൽ ഹദീസുൽ മൗഖൂഫ്. ആ ഹദീസ് മൗഖൂഫ് ആണെന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബിയാണ് അത് പറഞ്ഞിട്ടുള്ളത്, സ്വഹാബിയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് സ്വഹാബി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ വിഷയം മത്ൻ എന്താണ് എന്ന് പണ്ഡിതന്മാർ പരിശോധിക്കും. ആ മത്നിന് വിപരീതമായി എതിരായി വേറെ വല്ല സ്വഹാബിമാരും പറഞ്ഞിട്ടുണ്ടോ നോക്കും. മറ്റൊരു സ്വഹാബിമാരും അതിനെതിരായി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ പറയേണ്ടതായ ഒരു വിഷയമാണ് എങ്കിൽ അതിന് ഹുക്മുർ റഫ്അ് നൽകും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായുള്ള ഹുക്മ നൽകും. ഹദീസ് മൗഖൂഫാണ്, വലാകിന്നഹു ഫി ഹുക്മിൽ മർഫൂ', അതിനെ മർഫൂ ആയി പരിഗണിക്കും. കാരണം സ്വഹാബാക്കളൊക്കെ അത് ആ വിഷയം കേട്ടു, പക്ഷെ ആരും അതിനെന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല, അതിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് റഫ്ഇന്റെ ഹുക്മ നൽകും. കാരണം ചില വിഷയങ്ങൾ ഇജ്തിഹാദ് കൊണ്ട് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. അതൊരു സ്വഹാബി പറയുമ്പോൾ സ്വഹാബി ഒരിക്കലും തൻ്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ പറയാൻ ഇടയില്ല. അപ്പൊ മറ്റു സ്വഹാബാക്കൾ ആരെങ്കിലും ആ പറഞ്ഞതിനെ എതിർത്തിട്ടുണ്ടോ? എതിർത്തിട്ടുമില്ല. എങ്കിൽ സ്വഹീഹായ സനദിലൂടെ ആ സ്വഹാബി പറഞ്ഞതായി സ്ഥിരപ്പെട്ടു എന്നതാണെങ്കിൽ അതിന് ഹുക്മുർ റഫ്അ്,
മർഫൂ ആയ ഹദീസിന്റെ ഹുക്മ നൽകും. പക്ഷെ ഹദീസ് എന്താണ്? മൗഖൂഫ് തന്നെയാണ്. അതിൻ്റെ വിധി മർഫൂ ആയി പരിഗണിക്കും അമൽ ചെയ്യുന്നിടത്ത് എന്ന് മാത്രം. അതൊക്കെ ഒരുപാട് ചർച്ചയുള്ള വിഷയങ്ങളാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇനി മൂന്നാമത്തതാണ് അൽ ഹദീസുൽ മഖ്തൂ'. താബിഈയായ ഒരു ഇമാം ഉദ്ധരിക്കുകയും എന്നാൽ സ്വഹാബി പറഞ്ഞതായി അദ്ദേഹം പറയാതിരിക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടിനാണ് എന്ത് പറയാ? മഖ്തൂ' എന്ന് പറയാം. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മർഫൂആയ ഒരു ഹദീസ് വന്നാൽ അതിന് വിരുദ്ധമായി മൗഖൂഫായ ഒരു ഹദീസോ മഖ്തൂആയ ഒരു ഹദീസ് എന്ത് ചെയ്യൂല? സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? മർഫൂആയ ഹദീസ് ഉണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ തന്നെ വിഷയമുണ്ട്. അവിടെ പിന്നെ മറ്റൊരാളുടെ കൗലും എന്ത് ചെയ്യൂല? പരിഗണിക്കപ്പെടുകയില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൽ പറയുന്ന വിഷയങ്ങൾ പരിഗണിക്കപ്പെടും. ചിലപ്പോൾ മർഫൂഇന്റെ ഹുക്ം നൽകപ്പെടും. പറഞ്ഞത് സ്വഹാബിയാണ്, അതിന് മറ്റു സ്വഹാബാക്കൾ ആരും എതിരു പറഞ്ഞില്ല എങ്കിൽ. ഇനി ഹദീസിനെ, ആ ഹദീസിലെ ലഫ്ദും മഅനയും അനുസരിച്ച് അൽ ഹദീസുൽ ഖുദ്സി അതല്ലെങ്കിൽ അൽ ഹദീസുൻ നബവി എന്ന് രണ്ടായി നമ്മൾ തരംതിരിക്കും. രണ്ടും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഹദീസ് തന്നെയാണ്. പക്ഷെ ഒന്ന് ഖുദ്സിയായ ഹദീസാണ്. അഥവാ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുകയാണെങ്കിൽ അതിനെന്താ പറയാ? അൽ ഹദീസുൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസ്. അതിന് ഇനി സാങ്കേതികമായി പണ്ഡിതന്മാർ പറയും, ഹദീസുൻ നബവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളും അർത്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഇനി ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ നിന്നും വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുമാണ്. സാങ്കേതികമായി വേർതിരിക്കാൻ പറഞ്ഞത്, അതായത് ഖുർആൻ പോലെ നമുക്ക് ഓതുന്നതിന് കൂലിയുള്ളതല്ല എന്നർത്ഥം. ഖുർആൻ എന്താ? ഓതുന്നതാണ്, കൂലിയുള്ളതാണ്, അള്ളാന്റെ കലാമാണ്. അപ്പൊ ഖുദ്സിയായ ഹദീസ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കലാം ആരുടേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പക്ഷെ പറഞ്ഞ വിഷയം ആരാ പറഞ്ഞത്? അള്ളാഹു. അതാണ് മഅന അള്ളാഹുവിൽ നിന്നും, കലാം ലഫ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും എന്ന് ഖുദ്സി ഹദീസിന് പറയും. ഇതാണ് ഖുർആനും അൽ ഹദീസുൽ ഖുദ്സിയും തമ്മിലുള്ള വ്യത്യാസം. ഖുർആൻ ലഫ്ദും മഅനയും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ലഫ്ദും മഅനയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ നമുക്ക് സാങ്കേതികമായി ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹദീസിൻ്റെ വിജ്ഞാന ശാഖയുടെ ചെറിയൊരു പങ്ക് മാത്രമാണ് ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ പരിമിതമായ സമയത്ത് നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഹദീസിന് ഒരുപാട് ഇനിയും ധാരാളം ശാഖകളുണ്ട് സാങ്കേതികമായി. അതിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ശാഖകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു ഹദീസ് എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യം. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഹദീസായിട്ട് ബന്ധപ്പെട്ട് ഒരറിവില്ലാതെ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ അതിനെ പരിഹസിച്ച്, ഹദീസുകളെ പരിഹസിച്ച് അങ്ങനെ വെറുതെ തമാശയാക്കി കളയുന്ന ആളുകളുണ്ട്. വളരെ ഗുരുതരമായ വിഷയമാണ്. കാരണം ഹദീസ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ശർഅന്റെ ഹുക്കുമുകൾ പരിഗണിക്കുന്നിടത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം അൽ ഖുർആനു വസ്സുന്ന, ഖുർആൻ വേർതിരിച്ച് സുന്നത്തിനെ ഒഴിവാക്കുന്ന ചില ആൾക്കാരുണ്ട്, ഖുർആനിയാക്കൾ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ദീനിൻ്റെ ഏറ്റവും വലിയ പങ്ക് നഷ്ടപ്പെടുത്തിയവരാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആനും സുന്നത്തും ഏറ്റവും പ്രധാനമായി അവരുടെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. അയിമ്മത്തുകളെല്ലാം ശർഈയായ അഹ്കാമുകൾ മുൻകാലം മുതൽക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അപ്രകാരമാണ്. അതിൽ ഈ ഹദീസിൻ്റെ ശാഖകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, കൂടുതൽ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പഠനം ഫർളാണ്. അതിൻ്റെ ഹുക്മ്
ഇതിൻ്റെ ഹുക്കുമെന്താ? ഫർളാണ്. പക്ഷെ ഫർളു കിഫായ അഥവാ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള അത്രയും ആൾക്കാർ പഠിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റൊഴിവാവുന്നേ ഉള്ളൂ. പക്ഷെ പഠിക്കാനുള്ളൊരു ബാധ്യത നമുക്ക് ഉണ്ട് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദീസുമായി ബന്ധപ്പെട്ട വിജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ.